കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാനുവരി മാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അത് ഞങ്ങളുടെ എല്ലാവരുടെ ബർത്ത്ഡേ വരുന്ന മന്തായത് കൊണ്ടിട്ടാണ് കേട്ടോ. സർപ്രൈസിംഗ്ലി ഈ മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ മീറ്റ് ചെയ്തിട്ടോ. 1 ഇയറിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ കാണുന്നത്. എനിക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റും കൂടി കരുതിയിട്ടാണ് കേട്ടോ ആളെന്ന് വന്നത്. ജാനുവരി 13 എൻ്റെയും എൻ്റെ ഇൻലോൻ്റെയും ബർത്ത്ഡേ വരുന്നത്. മാരേജിന് ശേഷം ഇത് ഞങ്ങളുടെ സെക്കൻഡ് സെലിബ്രേഷൻ ആണ് കേട്ടോ. ഞാനും ബിന്ദുവമ്മയും ആദ്യം പോയത് വെസ്റ്റ് സൈഡിലേക്കായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ എനിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഡ്രസ്സായിരുന്നു കേട്ടോ. കാര്യം സെലക്ട് ചെയ്ത് ഞാനാണ് എടുക്കുന്നതെങ്കിലും എൻ്റെ പാരൻസിൻ്റെയും ഇൻലോസിൻ്റെയും അതുപോലെ തന്നെ പാപ്പയുടെയൊക്കെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇത്. മാക്സിമം ഞാൻ വെസ്റ്റ് സൈഡിൽ ഞാൻ ഉദ്ദേശിച്ച മോഡൽ തപ്പിയെങ്കിലും എനിക്ക് കിട്ടിയില്ല കേട്ടോ. പിന്നീട് നേരെ ലുലുവിലേക്കാണ് പോയത്. പക്ഷേ വരേണ്ടിയില്ലായിരുന്നുവെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി. അവിടെ ഫ്യൂ ഡേയ്സ് ആയിട്ട് 50% ഓഫർ സെയിൽ നടക്കുന്ന ഒരു സമയമായിരുന്നു കേട്ടോ. അതിൻ്റെ റഷ് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയ ഗ്യാപ്പിൽ എനിക്ക് വേണ്ടി ടോപ്പും ജീനും നമ്മളവിടെ നിന്ന് കളക്ട് ചെയ്തായിരുന്നു കേട്ടോ. ഇനിയുള്ള ടാസ്ക് ബില്ല് പേ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഡ്രസ്സ് എടുക്കാനായിട്ട് ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, തീർന്നില്ല കേട്ടോ. തീരെ സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്ത ഞാൻ വീണ്ടും നെക്സ്റ്റ് ഡേ വെസ്റ്റേൺ ലേഡിയിലേക്ക് പോയി. ഞാൻ എന്തെടുത്താലും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് വിഷ്ണു. അതിപ്പോൾ എന്തൊരു ചെറിയൊരു സാധനമാണെങ്കിൽ പോലും. അപ്പോൾ ആൾക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തൊരു വീഡിയോ ഉണ്ടോ ഇത്. അമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെറിയൊരു രീതിയിൽ സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് ഇയർ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു വെച്ചൊരു ബാഗ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഇപ്രാവശ്യത്തെ ഗിഫ്റ്റായിട്ട് ഞാൻ കൊടുത്തത് കേട്ടോ. ആൻഡ് വിഷ്ണു വന്നിട്ട് ചെറിയൊരു സ്റ്റഡ് ആയിരുന്നു കേട്ടോ ഗിഫ്റ്റ് കൊടുത്തത്. ലാസ്റ്റ് ഇയർ ബർത്ത്ഡേ സെലിബ്രേഷൻസ് വന്നിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞങ്ങൾ ചെറിയൊരു രീതിയിലാണ് കേട്ടോ ആഘോഷിച്ചത്. ഞാനും ബിന്ദുവും കൂടി നമ്മുടെ ആലുവയിലുള്ള അറബൻ ഫോറസ്റ്റിലാണ് പോയത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേക്ക് വിഷ്ണു ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് കുറച്ചു നേരം സംസാരിച്ച് വളരെ റിലാക്സ് ചെയ്ത് അങ്ങനെ നമ്മൾ കേക്ക് മുറിച്ചു. 22 വയസ്സ് വരെയുള്ള ബർത്ത്ഡേ ആഘോഷിക്കുക എന്നുള്ളത് വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ അതിനുശേഷം ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് പോയി. പ്രായം കൂടുവാണല്ലോ. പിന്നീട് ഈ കഴിഞ്ഞ 2 ബർത്ത്ഡേയും കൊള്ളായിരുന്നു. കാരണം എൻ്റെ അതേ ഡേ സെലിബ്രേറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അമ്മ കൂടെ ഉള്ളത് നല്ല രീതിക്ക് എന്തൂസിയാസം തരുന്നുണ്ട്. ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടിയാൽ ഇങ്ങനെ ഉണ്ടാവും. ഏത് ഇമോഷൻസ് ആയിരിക്കും അപ്പോൾ വരുന്നതെന്നുള്ളത് പോലും നമുക്കറിയാൻ പറ്റില്ല. സോ ദിസ് വൺ വാസ് ഗിവൺ ബൈ മൈ ബിലൗഡ് ഹസ്ബൻഡ്. എല്ലാ ചെറിയ ചെറിയ പരിപാടികൾക്കും സർപ്രൈസ് ഗിഫ്റ്റ് കിട്ടി ശീലിച്ചത് കൊണ്ടാവാം ഇപ്രാവശ്യം കിട്ടാണ്ടിരുന്നപ്പോൾ നല്ല രീതിയിൽ സങ്കടം തോന്നി. ഇച്ചിരി വൈകിയാലും കിട്ടി കേട്ടോ. അടുത്ത ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന കുട്ടികളെ ഗിഫ്റ്റാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെയും സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തത് വിഷ്ണു ആയിരുന്നു കേട്ടോ. ഫോട്ടോ എടുക്കാനുള്ള വ്യാജനെ നമ്മൾ അപ്പച്ചനെ വിളിച്ചിരുത്തിയിരിക്കുകയാണ് കേട്ടോ. ആൾക്ക് ഈ വർഷം 60ാമത്തെ വയസ്സ് തികയുകയാണ്. അപ്പച്ചൻ്റെ സന്തോഷം കണ്ടപ്പോൾ സത്യത്തിൽ ചെറിയൊരു രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷനും ചെറിയൊരു രീതിയിൽ സങ്കടവും തോന്നി. +1 പഠിക്കുന്ന സമയത്ത് എനിക്കൊരു കമ്പ്യൂട്ടർ വേണമെന്ന് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ട്യൂഷൻ കഴിഞ്ഞ് വന്ന എനിക്കും ചേച്ചിക്കും സർപ്രൈസായിട്ട് ഹോളിൽ വെച്ച് സിസ്റ്റം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പച്ചനെ കേട്ടോ കണ്ടത്. ആ ഒരു വ്യൂ എന്നും എൻ്റെ മനസ്സിലുണ്ട്. ആഗ്രഹിച്ച പലതും അധികം വൈകാതെ തന്നെ കൈകളിൽ കിട്ടിയിട്ടുണ്ട്. അന്ന് സന്തോഷമുള്ള കാര്യമായിരുന്നുവെങ്കിലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു സങ്കടം. നമ്മുടെ സന്തോഷമാണ് അവർക്ക് വലുതെങ്കിലും തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അവർ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ ഗിഫ്റ്റൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടി പൈസ കളഞ്ഞത് എന്തിനാണ് എന്നും ചോദിച്ചായിരുന്നു. 2 മക്കൾ മാത്രം ഉണ്ടായിരുന്ന ഫാമിലി 4ആയി, പിന്നെ അത് 6ആയി. ഇന്ന് ഞങ്ങളെല്ലാവരും കൂടി അപ്പച്ചൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം കേട്ടോ. ഞാനും ബിഞ്ചേട്ടനും കൂടി കളമശ്ശേരിയിലുള്ള കേക്ക് ഹട്ടിലേക്കാണ് കേട്ടോ കേക്ക് കളക്ട് ചെയ്യാൻ പോയത്. ഒരു 7 മണിയോട് കൂടി നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. അറൗണ്ട് ഒരു 50 പേരെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പച്ചൻ്റെ ഫ്രണ്ട്സ്, നമ്മുടെ റിലേറ്റീവ്സ്, കുറച്ച് ഫാമിലി ഫ്രണ്ട്സ്, നൈബേഴ്സ്, അങ്ങനെയൊക്കെ.
അങ്ങനെ ചെറിയൊരു ഫോട്ടോ സെഷന് ശേഷം അപ്പച്ചനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു. അന്ന് പള്ളിപ്പെരുന്നാൾ കൂടെ ആയതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ക്ഷണിച്ചവരിൽ പലരും ലേറ്റായിട്ടാണ് കേട്ടോ വന്നത്. അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മുടെ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തത് എബിൻ ചേട്ടനായിരുന്നു കേട്ടോ. നമ്മുടെ വീട്ടിലെ പ്രോഗ്രാമുകളിലെ പാട്ടുകൾ മസ്റ്റാണ് കേട്ടോ. നന്നായിട്ട് പാടുന്ന ആളുകളും അവിടെ ഉണ്ടായിരുന്നു. അപ്പച്ചനും അതുപോലെ അച്ഛനും ഒക്കെ LDF-കാരാണ് കേട്ടോ. അപ്പച്ചൻ്റെ താങ്ക്സ് ഗിവിങ് കേട്ടപ്പോൾ നമ്മുടെ കറണ്ട് CM-നെ ഓർമ്മ വന്നു. ഇനിയും എത്താനുണ്ട് ആളുകളിൽ, അവർക്ക് അടക്കം. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷവും നമ്മുടെ പാർട്ടി മോഡ് ഓൺ ആയിരുന്നു കേട്ടോ. ഏകദേശം ഒരു 1 മണി വരെ പ്രോഗ്രാമൊക്കെ നീണ്ടു നിന്നു കേട്ടോ. നമ്മൾ 3 ഫാമിലി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഒരു പ്രോഗ്രാമിലുണ്ടായ പാട്ടുകളെല്ലാം തന്നെ അടുത്തൊരു വീഡിയോയിലേക്ക് പോസ്റ്റ് ചെയ്യും കേട്ടോ. കാരണം അത് വളരെ പ്രഷ്യസും പഴയ ഓർമ്മകൾ നിറഞ്ഞതുമാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിയറസ്റ്റ് വൺസിന് അവരുടെ സ്പെഷ്യൽ ഡേയ്സിലെ സർപ്രൈസുകൾ കൊടുക്കാം കേട്ടോ. Or if it's not possible, please wish them and convey how special they are.